ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ രാവിലെ എണീച്ച് വന്ന് നേരെ സിങ്കിലേക്ക് വന്നപ്പോൾ തന്നെ ഉള്ള മൂഡ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ തലേന്ന് രാത്രി കേക്ക് ഉണ്ടാക്കി 1:30-2 മണി എന്തോ ആയപ്പോഴാണ് കിടന്നത്. അതുകൊണ്ട് പാത്രം കഴുകാൻ ഒട്ടും പറ്റില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ട് പോയത്. അതല്ലെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ഒരിക്കലും പാത്രം അങ്ങനെ സിങ്കിൽ ഇട്ടിട്ട് കിടന്നുറങ്ങൂല. കാരണം ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അന്ന് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാത്രമൊക്കെ അങ്ങനെ തന്നെ സിങ്കിലേക്ക് എല്ലാം ഇട്ടിട്ട് കിച്ചൺ സ്ലാബൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി കിടക്കാനിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ രാവിലെ എണീച്ച് വരുമ്പോഴുള്ള കാര്യം പോക്കാണ്. കാരണം എണീച്ച് വരുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുള്ള സിങ്കും ഒക്കെ കണ്ടാലാണ് നമുക്കൊരു ഫ്രഷ്നെസ്സൊക്കെ ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ അത് പോയി കിട്ടും എന്തായാലും. പക്ഷേ എന്ത് ചെയ്യാം, ഒട്ടും പറ്റില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ ജഗ്ഗിലെ വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ നമ്മൾ മുട്ട തലേന്ന് വാങ്ങി വെച്ചതാണ് കേട്ടോ. അത് ഇതുവരെ കൂടിയെന്ന് മാറ്റിയിട്ടുണ്ടായില്ല. അതും മാറ്റി വേഗം ട്രെയിലേക്ക് വെച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ പിള്ളേർക്ക് സ്കൂളിൽ ചോറിന് കറിക്ക് കൊടുത്തുവിടാനും ഒക്കെ കിഴങ്ങ് വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചത്. മെയിനായിട്ട് സമയമില്ല. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് പുട്ടിന് കിഴങ്ങ് കറി ഉണ്ടാക്കാം. സ്കൂളിൽ അതേപോലെ ചോറിന് കിഴങ്ങും ഒലത്തി കൊടുത്തുവിടാം. കിഴങ്ങ് ഒലത്തിത്താകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ഒരു കറി ഉണ്ടെങ്കിലേലും കുഴപ്പമില്ല കേട്ടോ. കാരണം രാവിലെ ഐഷൊക്കെ ആണെങ്കിൽ രാവിലെ അപ്പത്തിനോ പുട്ടിൻ്റെ ഒക്കെ കൂടിയായാലും ആ കിഴങ്ങ് മാത്രം കൂട്ടി തിന്നോളും. വേറെ കറികളൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ സ്കൂളിൽ അതും ഒലത്തി പിന്നെ മീനും പൊരിച്ച് അങ്ങനെ കൊടുത്തുവിടാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ രണ്ടിനും കൂടിയുള്ള കിഴങ്ങൊക്കെ വേഗം തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞ് ഒരുമിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേഗം ഒരുമിച്ച് അരിഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തുണി അലക്കാനിടാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ തന്നെ തുണി അലക്കാനിട്ടാലാണ് നമുക്ക് വെള്ളം കിട്ടുള്ളൂ. കാരണം നമുക്ക് പൈപ്പ് വെള്ളമുള്ളൂ. അത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലക്കാൻ നിന്ന് കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം തീരും. പിന്നെ നമുക്ക് രാത്രി വരെ തികയ്ക്കാൻ പറ്റില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ 6:30 ആകുമ്പോഴാണ് വീണ്ടും വെള്ളം അടിക്കുകയുള്ളൂ. അപ്പോൾ ആ വെള്ളം അടിക്കുന്ന ടൈമിൽ തന്നെ അലക്കുവാണെങ്കിൽ അലക്കം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ബാക്കി വെള്ളം ടാങ്കിലോട്ട് കയറിക്കോളൂല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പാത്രം കഴുകാൻ വേണ്ടി നിന്നു. പാത്രം കഴുകിയിട്ട് പിന്നെ ബാക്കി കിഴങ്ങൊക്കെ അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഉമ്മ ഉറക്കത്തിന് വെച്ച് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞായിരുന്നു പാത്രം ഞാൻ കഴുകിക്കോളാം, കിഴങ്ങിൻ്റെ ശരിയാക്കിക്കോളാം പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും കഴുകി പകുതിയാക്കി ഞാൻ തീർത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രമൊക്കെ കഴുകി തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കിഴങ്ങ് അരിയാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറി ഉണ്ടാക്കാനുള്ള കിഴങ്ങാണ് അരിയണത്. അത് കുറച്ച് വലുതാക്കി അരിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒലത്തുമ്പോൾ തീരെ ചെറുതായിട്ടാണ് കേട്ടോ അരിയണത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറി വയ്ക്കാനുള്ള കിഴങ്ങ് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കിഴങ്ങ് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം പുട്ടിനൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ വെറുതെ മുളക് പൊടിയൊക്കെ മാത്രം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഒട്ടും തന്നെ ഉണ്ടാവില്ല, ചാറൊന്നും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് കട്ട കെട്ടി അങ്ങനെ പോകട്ടാ. അപ്പത്തിനൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പുട്ടും ഇടിയപ്പത്തിനൊക്കെ ആകുമ്പോൾ ഞാൻ തേങ്ങയും സവാളയും കൂടെ വറുത്തരച്ച് അങ്ങനെയാണ് കേട്ടോ വയ്ക്കണത്. അപ്പോൾ ആദ്യം തന്നെ കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് വെച്ച് കൊടുത്തു. കറിക്കാണ് കേട്ടോ വേവിക്കണത്. അപ്പോൾ നോക്കിയപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ കഴിഞ്ഞേക്കുമായിരുന്നു. മഞ്ഞപ്പൊടി ഉള്ളത് അങ്ങനെ തന്നെ കൊട്ടിയിട്ട് കേട്ടോ ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കിഴങ്ങ് വേവിക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ നമ്മുടെ തിളച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അത് ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ പുട്ടിന് പൊടി വാട്ടാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. പുട്ടിൻ്റെ വെള്ളം തിളയ്ക്കണ സമയം കൊണ്ട് കിഴങ്ങ് ഒലത്താനുള്ള കിഴങ്ങ് വേഗം അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അരിയാൻ നിന്നു. സത്യം പറയാലോ, ഈ കിഴങ്ങൊന്നും ഒലത്തി ഒരിക്കലും ഞാനൊന്നും ചോറ് തിന്നിട്ടില്ല കേട്ടോ. കാരണം കിഴങ്ങ് ചോറിന് മാച്ച് ആവില്ല, ചോറിൻ്റെ കോംബോ ആവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന ആളാണ് ഞാൻ. കാരണം ചെറുപ്പത്തിലും സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ പിള്ളേരൊക്കെ കിഴങ്ങ് ഒലത്തിയതും അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതം പോലെയാണ് എങ്ങനെയാണ് കിഴങ്ങ് ചോറിന് കഴിക്കണേ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഐഷൊക്കെ ആണെങ്കിൽ പിള്ളേർ സ്കൂളിൽ കൊണ്ടുതന്നെ കാണുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ എപ്പോഴും ഡെയിലി കിഴങ്ങൊലുത്തി തന്നെ കൊടുത്തിട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. മമ്മൂനും അങ്ങനെ തന്നെയാണ്, കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഈ പിള്ളേർക്ക് വലിയ പച്ചക്കറികളോടും ഒന്നും ഒലത്തിനോടും താല്പര്യം ഇല്ലാത്ത പിള്ളേരാണെങ്കിൽ ഈ കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഒലത്തി കൊടുത്ത് നോക്കട്ടോ. എന്തായാലും ഒരു 90% പിള്ളേരും കഴിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഒലത്തിനോടൊന്നും ഇഷ്ടമില്ലാത്ത പിള്ളേരാണ്. അവർ കഴിച്ചു എന്നുണ്ടെങ്കിൽ എന്തായാലും കഴിക്കുമായിരിക്കും. കൊടുത്ത് നോക്കിക്കോ, എന്തായാലും നല്ലതാലോ, ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ല എന്തായാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഈ ചോറ് ഇച്ചിരി ആയിട്ട് ഇങ്ങനെ തിളപ്പിക്കണം എന്താണെന്നുള്ള ഡൗട്ട് കുറച്ച് പേർക്ക് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാം. ഞാൻ തലേന്ന് നമ്മൾ സാധാരണ പോലെ അരി ഇടുമല്ലോ. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ അരി ഇടുന്ന സമയത്ത് അത് വെന്ത് കഴിഞ്ഞിട്ട് ചൂടാറണയ്ക്ക് മുമ്പ് കുറച്ച് കോരി വെള്ളം ഒഴിച്ചിട്ട് ആ ചോറിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കിട്ടോ. ആ ചോറ് അങ്ങനെ തന്നെയാണ് തിളപ്പിച്ച് കൊടുത്ത് വിടുന്നത്. അപ്പോൾ ചോറ് രാത്രി വരെ പുറത്തിരുന്നിട്ട് നമ്മളത് വെള്ളം ഒഴിച്ച് വെച്ച് പിറ്റേന്ന് തിളപ്പിച്ച് വറുത്ത് ഞാൻ അങ്ങനെ കൊടുത്ത് വിട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ കൊടുത്തുമ്പോൾ എനിക്ക് തീരെ തൃപ്തിയില്ല കേട്ടോ, ചോറ് കേടായി പോകുമെന്നൊക്കെ ഓർത്തിട്ട്
പിന്നെ രാവിലെ എണീച്ച് അരി ഇടലും പോസിബിൾ അല്ല. കാരണം ഒന്നാമത് ഒരുപാട് ലേറ്റായിട്ടാണ് കിടക്കുന്നത് കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ എണീച്ച് അരി ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്നും റൈസ് കുക്കറിൽ അരി ഇട്ട് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതും നടക്കണ കേസല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്തും നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലാണ്ട് കൊഴുത്തും വിടാം. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചോറൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കിഴങ്ങ് ഒലത്താനുള്ള കിഴങ്ങ് കഴുകിയെടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ കറി വയ്ക്കാനുള്ള കിഴങ്ങൊക്കെ വെന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കിഴങ്ങ് വളർത്താൻ വേണ്ടിയിട്ട് എണ്ണ വെച്ച് കുറച്ച് ഉള്ളി ഇട്ടിട്ട് അതിനകത്തേക്ക് മുളക് പൊടി അല്ലാതെ ഇടാം, കിഴങ്ങ് ഇട്ടതിന് ശേഷം വെറുതെ ഇടാം. അപ്പോൾ ഞാൻ ആ ഉള്ളി തന്നെ ഒന്ന് എണ്ണയിലൊന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കിഴങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാ അലുമിനിയത്തിൻ്റെ ചീൻചട്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അടി പിടിച്ച് കിഴങ്ങ് വേവാത്ത ഒരു വേറൊരു ടെക്സ്ചറിൽ വരും കേട്ടോ. അപ്പോൾ പിന്നെ വലിയ രസം ഉണ്ടാവില്ല കഴിക്കാൻ. പക്ഷെ ഞാൻ നോൺ സ്റ്റിക്കിൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അടിയിലൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല മെഴുക്കുരട്ടി പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുമായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്നെല്ലാം മിക്സ് ചെയ്തിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിഴങ്ങറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉമ്മ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സവാള അരിഞ്ഞെടുക്കണം. സവാളയും തേങ്ങയും കൂടെ വറുത്താണ് ഞാൻ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സവാളയൊക്കെ തൊണ്ട പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ തൊണ്ടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സവാള അരിഞ്ഞു വെച്ചു. പിന്നെ സവാള ഒന്ന് എണ്ണയിലിട്ട് വാട്ടി. അത് നമുക്ക് നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു ഇത് മാറിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തേങ്ങ ഇട്ട് വറുത്ത് പൊടികളൊക്കെ ഇട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അരച്ചിട്ടുള്ള അരപ്പാണ് ഞാൻ കിഴങ്ങറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കണത്. മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ കറി ഉണ്ടാക്കുന്നവരായിരിക്കും. പിന്നെ അറിയാത്തവരാരെങ്കിലും ഉണ്ടായി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് പറയണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കിഴങ്ങ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ കരിയാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും നോൺ സ്റ്റിക്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അടി പിടിക്കുകയോ കരിയൊന്നും ചെയ്യൂല കേട്ടോ. എന്നാലും നമ്മളൊന്ന് ഇപ്പോൾ മീനൊക്കെ ഒന്ന് മറിച്ചിടണ മാതിരി ഒന്ന് ഇളക്കി കൊടുത്താലോ എല്ലാ സ്ഥലവും ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അടുപ്പ് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ മീൻ പൊരിക്കാനിടാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പാൻ വെച്ചു. അപ്പം ഞാൻ ഓയിൽ ഒഴിക്കാൻ വേണ്ടി എടുക്കണ അതിനകത്ത് എണ്ണ തീർന്നേക്ക് പറഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ മറ്റേ ബോട്ടിലിൽ നിന്ന് കുറച്ച് ഊറ്റി വെക്കണതാണ് കേട്ടോ. അങ്ങനെ അതും ഒഴിച്ച് മീനും പൊരിക്കാൻ വേണ്ടി ഇട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒരു ഇതായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും ഇട്ട് വറുത്താൽ മതി. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മീൻ പൊരിച്ചതും കൊടുത്തു വിടുന്നത് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഐശുവിന് തീരെ താല്പര്യമില്ല സ്കൂളിൽ മീനൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ കിഴങ്ങ് മാത്രം കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് മാത്രം വെച്ച് കൊടുക്കണതാണ് കേട്ടോ. പിന്നെ ചോദിക്കുമ്പോൾ മിക്കവാറും കഴിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ കളഞ്ഞെന്നും പറഞ്ഞാണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ തോന്നുവാണെങ്കിൽ വിശക്കുവാണെങ്കിൽ കഴിച്ചോളൂല്ലോ. പിന്നെ മമ്മൂന് വലിയ കുഴപ്പമില്ല, അവൻ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ മീനും പൊരിയപ്പോൾ ചെറിയ കിളിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതും പൊരിക്കാനിട്ട് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയും വറുക്കാനിട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അരച്ചെടുക്കണത്. പൊടികളൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ അത് അരച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ അരയ്ക്കാനുള്ള സംഭവം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മീനും മറിച്ചിടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേരെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐശുവിനെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിക്കാൻ വേണ്ടി നല്ല പാടാണ്. മമ്മൂന് അത്ര പ്രശ്നമില്ല, എന്നാലും പാടാണ്. പക്ഷെ മമ്മൂന് ഇച്ചിരി തോർത്താൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ അവൾക്ക് തലേന്ന് തോർത്തി കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പല്ല് തേക്കാൻ വേണ്ടി വിട്ടു. നേരെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടാട്ടോ പിന്നെ പല്ല് തേപ്പിക്കാൻ നിർത്താറുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് എണിക്കുകയാണെങ്കിൽ അവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ആ സമയത്ത് മമ്മൂനോട് പല്ല് തേക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ, ഓരോന്ന് ഷെഡ്യൂൾ വെച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യണത്. രണ്ട് മക്കളൊക്കെ ഉള്ളവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടിയുടെ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് തലേന്നത്തെ കുറച്ച് അപ്പം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് പൊടിക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് ആവില്ലല്ലോ. അത് തലേന്നത്തെ അപ്പാന്ന് പറയേയില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുട്ട് കഴിക്കുമ്പോൾ തന്നെ കഴിക്കാൻ പറ്റും. ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ ഇതിന് വേണ്ടി പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നും വേസ്റ്റ് ആവില്ല എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട്. കുറേ പേരൊക്കെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്, തലേന്നത്തെയും പഴയതും വളിച്ചതും പൊളിച്ചതൊക്കെയാണ് പിള്ളേർക്ക് കൊടുക്കണേന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരുപാട് വളിച്ചതും പൊളിച്ചതൊന്നും എന്തായാലും കൊടുക്കണില്ല. പിന്നെ തീരെ പ്രശ്നമില്ലാത്തത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും പിറ്റേന്ന്. പിന്നെ ഫ്രിഡ്ജിൽ വച്ച് കൊടുക്കണതും അത്ര നല്ലതൊന്നും അല്ല എന്നറിയാം. പിന്നെ നമുക്ക് എന്തോരാന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആക്കണത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ ട്രിക്കൊക്കെ ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ഇടയ്ക്ക് കിഴങ്ങ് തിന്നാൻ വേണ്ടി വന്നതാട്ടോ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അവളുടെ കാര്യം. കിഴങ്ങ് വെറുതെ ഇടയ്ക്കിടയ്ക്ക് കണ്ടാലും ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കാൻ തോന്നും.
അപ്പോൾ 2 പ്രാവശ്യം വന്നിട്ടും ഞാൻ വീഡിയോ എടുക്കണ കണ്ടതുകൊണ്ട് ഇട്ടിട്ട് പോയതായിട്ടാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പുട്ടൊക്കെ ഒന്ന് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കിഴങ്ങറിക്കും പുട്ടിനുള്ള തേങ്ങ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പുട്ട് വേവാൻ വേണ്ടി വെച്ച സമയത്ത് നമ്മൾ കിഴങ്ങറിയുടെ അരപ്പൊക്കെ ഊറ്റി അത് റെഡിയാക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുടെ എൻ്റെ ചിരട്ടപ്പുട്ട് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പോയതുകൊണ്ട് മറ്റേ നമ്മൾ കുറ്റിയിലുണ്ടാക്കുന്ന പുട്ട് മാത്രമാണ് കുറച്ച് ആളുടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും ചിരട്ടപ്പുട്ട് ഞാൻ വേണ്ടി കൊതിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇത് വാങ്ങിച്ചു. അങ്ങനെ അതും ഉണ്ടാക്കി. പിന്നെ കിഴങ്ങറിയും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുപ്പത്ത് നമ്മൾ ഓഫ് ചെയ്യണേക്ക് മുമ്പ് തന്നെ കുറച്ചെടുത്ത് ചൂടാറാൻ വേണ്ടി വെച്ചു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുട്ടെല്ലാം റെഡിയായി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് പാക്ക് ചെയ്യാൻ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ചോറ് തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ഇട്ട് തിളപ്പിക്കണം എന്ന് ഓർക്കും. പക്ഷേ എപ്പോഴും മറന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഈ വർഷം ആദ്യം മുതലേ ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്, പക്ഷെ അത് മറന്നു. കാരണം ഞാൻ ഉപ്പിട്ട് ഇളക്കണ കണ്ടുകൊണ്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ചോറ് തിളപ്പിക്കുന്ന ടൈമിൽ തന്നെ ഉപ്പിടുകയെന്നുണ്ടെങ്കിൽ നമുക്കത് സെർവ് ചെയ്യണ സമയത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷേ ഇത് ഇടുമ്പോൾ എനിക്ക് എന്തായാലും പോസിബിൾ അല്ലാതെ നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ഇടാൻ പറ്റില്ല, കാരണം ഉമ്മാക്കൊന്നും ഉപ്പ് വേണ്ട. അപ്പോൾ പിന്നെ പക്ഷേ ഇങ്ങനെ തിളപ്പിക്കണത് പിള്ളേർക്ക് വേണ്ടി മാത്രമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ഇടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ഓർക്കൂല സത്യം പറഞ്ഞാൽ, എന്താണെന്നറിയില്ല, ആ ഒരു കേസ് മാത്രം ഞാൻ എന്നും മറന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് ഇളക്കി വേറെ വെച്ചു. പിന്നെ കിഴങ്ങ് ഇങ്ങനെ ചെറിയൊരു ബട്ടർ പേപ്പറിലാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പിള്ളേർക്ക് പൊതിച്ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോറ് പൊതിയണ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായതുകൊണ്ട് ആ പേപ്പറിലാട്ടെ കിഴങ്ങ് പൊതിഞ്ഞ് വെക്കണത്. പിന്നെ മമ്മൂനായതുകൊണ്ട് മീൻ ഇങ്ങനെ പീസാക്കി വെക്കാനിട്ട, കാരണം ചെറിയ കിളിമീനാകുമ്പോൾ നല്ല മുള്ളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പീസാക്കി വെച്ചു. പിന്നെ ഐശുവിന് മീൻ വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരെണ്ണം മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് സ്നാക്സിന് അവനക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് തണ്ണിമത്തം ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മാത്രമാണ് അവനക്ക് കൊടുത്തുവിടാൻ പറ്റുള്ളൂ, ബേക്കറി ഒന്നും കൊടുത്തു വിടാനേ പറ്റൂല. അപ്പോൾ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിലും നട്ട്സോ കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കാഷ്യൂ ബദാമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായാലും കൊടുത്തു വിടും. അപ്പോൾ ഇന്ന് തണ്ണിമത്തനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് മുറിച്ച് പീസാക്കി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചോറ് പിന്നെ പൊതിയാനുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് അതും ബാഗിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ ഏകദേശം അവർ തന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐശു പിന്നെ എല്ലാം തന്നെ ചെയ്യും, അമ്മൂനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവന് ചിലപ്പോൾ എൻ്റെ പണി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, ലഞ്ചൊക്കെ എൻ്റെ നേരത്തെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഡ്രസ്സൊക്കെ ഇടിക്കും, അല്ലെങ്കിൽ ഉമ്മ ഡ്രസ്സ് ഇടിക്കും. പിന്നെ ബെൽറ്റ് ഇടാനും എല്ലാത്തിനും ഞാൻ തന്നെ പോകണം. എന്തായാലും ഉമ്മ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ഞാൻ ഷർട്ട് അവിടെ അയൺ ചെയ്ത് കൊടുത്തിട്ട് വരും. അങ്ങനെ പിന്നെ പിള്ളേരെ സ്കൂളിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെയാണ് കൊണ്ടു വിടുന്നത്, ഓട്ടോയിൽ വിടൽ നിർത്തിയിട്ട്. അപ്പം മെയിനായിട്ട് ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നത്തിനാണ് ഓട്ടോയിൽ വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനാണ് കൊണ്ടു വിടുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ചായ കുടിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നത്. കാരണം വൈകുന്നേരം കൊടുക്കണമുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ സ്പഞ്ച് നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് കിടന്നു. അപ്പോൾ വേഗം തന്നെ അതൊന്ന് ഡ്രീം കേക്ക് ആയിരുന്നു, അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് ചായ കുടിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം കൊടുക്കാനുള്ളതാകുമ്പോൾ മാക്സിമം സെറ്റ് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പഞ്ച് വെച്ച് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ചായ കുടിക്കാമെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിക്കോളുമല്ലോ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നട്ട്സിൻ്റെ ആ ഒരു മിക്സ് ചേർത്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഡ്രീം കേക്കിൻ്റെ ട്രെൻഡ് ഒരേടെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളത്തേക്ക് ആരും അങ്ങനെ എൻക്വയറി ഒന്നും വരലുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഒരുപാട് എൻക്വയറീസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഓർഡറുകളൊക്കെ വരാറുണ്ട് കേട്ടോ ഡ്രീം കേക്കിന്. പക്ഷേ എൻ്റെ ഡ്രീം കേക്കിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുക്കാറോ സ്റ്റാറ്റസോ സ്റ്റോറി ഒന്നും ആക്കാറൊന്നുമില്ല കേട്ടോ. കാരണം ഡ്രീം കേക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫോട്ടോസൊന്നും എടുക്കാനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നും അല്ലല്ലോ. ഡ്രീം കേക്ക് എല്ലാം ഒരേപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രത്യേകം ഫോട്ടോസൊന്നും എടുത്ത് ഷെയർ ചെയ്യാത്തതാണ്. നമുക്ക് ഡ്രീം കേക്കിൻ്റെ ഓർഡേഴ്സ് ഇപ്പോൾ ഈ ഇടയായിട്ട് മിക്കവാറും വരലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ മിക്കവരും തന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യാതെ പോകാൻ കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ലൈക്ക് ചെയ്താലാണ് നമ്മുടെ വീഡിയോ മുമ്പോട്ട് നമുക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നവർ പ്ലീസ് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം.